ചെടികളൊക്കെ വളർത്തുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ പ്ലാന്റ്സ് അസുഖമൊന്നും ഉണ്ടാവാതിരിക്കാനും നന്നായിട്ട് വളരാനും നമ്മൾ 10-15 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൊടുക്കണം. അപ്പം ഞാൻ എന്താ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ബാവിസ്റ്റിൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. പ്രത്യേകിച്ചും രാവിലെ വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം ഒരു ഫംഗിസൈഡ് നമ്മൾ കൊടുക്കാൻ. അതിന് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 ഡേയ്സൊക്കെ ഗ്യാപ്പിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്പ്രേയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാവിസ്റ്റിൻ ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ് കേട്ടോ. ഇത് നമ്മളൊന്ന് 100 ഗ്രാം പറയുമ്പോൾ ഒരു 50 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 1 ലിറ്ററിലാണെങ്കിൽ 2 ഗ്രാം യൂസ് ചെയ്യാം. ഇതൊരു വൈറ്റ് കളറിലെ പൗഡറാണ്. നമ്മുടെ മൂക്കിലോട്ടൊന്നും കയറാത്ത രീതിയിൽ പതിയെ വെള്ളത്തിൽ ഇട്ടിടണം, അല്ലെങ്കിൽ മാസ്കോ ഗ്ലൗസോ ഇട്ടിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ഡയറക്റ്റ് വെള്ളത്തിലോട്ട് പതിയെ ഇട്ടതുകൊണ്ട് വരായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളം മിക്സ് ചെയ്ത് നമ്മളിത് പ്ലാന്റ്സിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം. ഇലയിലും തണ്ടിലും വേരിലും ഒക്കെ കൊടുക്കാം. പൂക്കളിലധികം വേണ്ട. പിന്നെ ഇതുപോലുള്ള സ്പ്രെയർ എന്ന് പറയുമ്പോൾ വലിയ ഓസിൽ കണക്ട് ചെയ്തിട്ട് ലാർജ് സ്കെയിലൊക്കെ ചെയ്യുന്നവർക്ക് ആവശ്യമുള്ളൂ ഇങ്ങനത്തെ സ്പ്രെയർ. ഈ സ്പ്രെയർ കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞതായിട്ടോ. നേരത്തെയും വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്പ്രെയർ ആട്ടോ. നമുക്ക് സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്നതിന് ചെറിയ ഒരു 3 ലിറ്ററോ 5 ലിറ്ററിൻ്റെയൊക്കെ സ്പ്രെയറിൻ്റെ ആവശ്യമുള്ളൂ.